നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാലം എല്ലാത്തിനെയും മാറ്റിമറിക്കും, പ്രത്യേകിച്ച് പിണറായി വിജയനെ. വിശ്വാസത്തെ തീണ്ടാപ്പാട് അകലെ നിർത്തിയ CPM പിന്നീട് വിശ്വാസം തങ്ങളുടെ മതമായി സ്വീകരിച്ചു. അടുത്ത കാലത്തൊരു പ്രഖ്യാപനം കേട്ട് കേരളം നടുങ്ങി. അയ്യപ്പ സംഗമം വിശ്വാസികൾക്കുള്ളതാണെന്നും CPM എന്നും വിശ്വാസികൾക്കൊപ്പമാണെന്നും പ്രഖ്യാപിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചുരുക്കത്തിൽ ബിന്ദു അമ്മണിയും കനകദുർഗയുമൊക്കെ വിശ്വാസികളായിരുന്നോ എന്ന പാർട്ടി സഖാക്കളുടെ ചോദ്യത്തിന് ആശയപരമായി ഉത്തരം നൽകാൻ ഗോവിന്ദൻ നിർബന്ധിതനായിരിക്കുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കേരളം ഭരിച്ച പിണറായി വിജയന് സ്തുതിഗീതം പാടിയിരുന്ന സാംസ്കാരിക നായകർ ആദ്യം യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചു. പിന്നീട് ഇതേ സാംസ്കാരിക നായകർ പിണറായി വിജയനൊപ്പം നവോത്ഥാന മതിലിൽ അണിചേരുന്ന വിചിത്ര കാഴ്ചയെ നമ്മൾ കണ്ടു. എന്നാൽ എല്ലാറ്റിനുമൊടുവിൽ നട്ടെല്ല് വളച്ച ഈ സാംസ്കാരിക നായകർ അയ്യപ്പ സംഗമത്തിന് സ്തുതിഗീതം പാടുന്ന ഒരു വിചിത്ര കാഴ്ചയും കേരളം സാക്ഷ്യം വഹിച്ചു. പിണറായി വിജയൻ മറന്നുപോയ ചില സത്യങ്ങളുണ്ട്. പുതിയ കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കലും മായ്ക്കാനാവാത്ത രീതിയിൽ കല്ലിൽ കൊത്തിയെടുത്തതുപോലെ ചരിത്ര സത്യങ്ങൾ ഇന്റർനെറ്റിൽ പരതിയാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കും. അധികാരം മധുരിക്കുന്ന ഒന്നാണ് എന്ന് CPMനും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ അധികാരത്തിലേക്ക് വീണ്ടും എത്തിപ്പിടിക്കാനുള്ള ആർത്തി അത് അദ്ദേഹത്തെ എപ്പോഴും വേട്ടയാടുന്നു. 55 ലക്ഷം പേർ അണിനിരന്ന ഒരു നവോത്ഥാന മതിൽ, ആ മതിലിൻ്റെ വിശേഷണം തുടങ്ങുന്നതിന് മുൻപ് ആഗോള അയ്യപ്പ സംഗമവും അതിനു പിന്നാലെ CPM എന്ന പാർട്ടിക്ക് സംഭവിച്ച ദുരന്തവും നമുക്കൊന്ന് പരിശോധിക്കാം. അയ്യപ്പ സംഗമത്തിന് ശേഷം CPM മറ്റൊരു പദ്ധതിയും ആലോചിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കിംവദന്തികൾ. സ്വാമി അയ്യപ്പൻ്റെ പേരിൽ ഒരു വിശ്വ സർവകലാശാല, ഒരുപക്ഷെ അയ്യപ്പനും വൈരുദ്ധ്യാത്മക ഭൗതികവാദവും എന്ന വിഷയത്തിലൂന്നി നിരവധി ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു ഗവേഷണ സ്ഥാപനത്തിന് പോലും അവർ പദ്ധതിയിട്ടിരുന്നുവത്രേ. അതെ, ഇതൊരു ഫ്ലാഷ് ബാക്കാണ്. 2019 ശബരിമലയിൽ നടന്നതെന്ത്? എല്ലാറ്റിനുമൊടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട പാർട്ടി നേതാക്കൾക്ക് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേരളത്തോട് എന്താണ് കുമ്പസാരിക്കാനുള്ളത്? 2019 ജനുവരി 1 കേരളം അത്ര പെട്ടെന്ന് മറക്കില്ല. അങ്ങ് കാസർഗോഡ് കേരള അതിർത്തിയുടെ തുടക്കത്തിൽ മന്ത്രി KK ശൈലജ, തിരുവനന്തപുരത്ത് തെക്കേ അതിരിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ഇരുവർക്കുമിടയിൽ 620 കിലോമീറ്റർ നീളത്തിൽ ഒരു നവോത്ഥാന മതിൽ മനുഷ്യരെ നിറച്ച് കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ച് വിസ്മയം തീർക്കുകയായിരുന്നു CPM എന്ന പാർട്ടിയുടെ ലക്ഷ്യം. ലിംഗസമത്വം, നവോത്ഥാന മൂല്യ സംരക്ഷണം എന്നീ മുദ്രാവാക്യങ്ങൾ ഈ നവോത്ഥാന മതിലിൽ നമ്മൾ ഉയർന്നു കേട്ടു. 55 ലക്ഷം സ്ത്രീകൾ ഈ മതിലിൽ അണിചേർന്നു എന്നാണ് പാർട്ടി സഖാവ് അന്ന് പ്രഖ്യാപിച്ചത്. കേരളം സംഘപരിവാറിനെ തള്ളിക്കളയുന്നു എന്ന് പൊതുപ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വനിതാ മതിൽ തീർത്ത് CPM വിശ്വാസികൾക്കൊപ്പമെന്ന വിചിത്ര പ്രഖ്യാപനവും നടത്തി. പ്രായഭേദമന്യേ ശബരിമലയിൽ സ്ത്രീകൾക്ക് ദർശനം നടത്താം എന്ന് സുപ്രീം കോടതി വിധിച്ചത് 2018 സെപ്റ്റംബർ 28 ആ വിധി നടപ്പാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ തീവ്ര ശ്രമങ്ങളാണ് പിന്നീട് അനേക വിമർശനങ്ങൾക്കും വലിയ പ്രക്ഷോഭങ്ങൾക്കും കാരണമായത്. തൃപ്തി ദേശായി മുതൽ കവിത ജക്കള വരെയുള്ളവർ നേരെ ശബരിമലയിലേക്ക് വണ്ടി കയറാൻ കേരളത്തിലെത്തുന്നു. വനിതാ മതിലും സ്ത്രീ ശാക്തീകരണവുമാണ് തങ്ങളുടെ അജണ്ടയെന്ന് CPM പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചുകൊണ്ട് ഒരു നവോത്ഥാനം കേരളത്തിൽ സൃഷ്ടിക്കുന്നുവെന്നാണ് അന്നവർ പ്രഖ്യാപനം നടത്തിയത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളുമൊക്കെ കാണിച്ചു തന്ന നവോത്ഥാനത്തിൻ്റെ പാത തങ്ങളും പിന്തുടരുന്നുവെന്ന് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. പിന്നീട് കേരളം നടുക്കത്തോടെ കാണുന്നത് ബിന്ദു അമ്മണിയും കനകദുർഗയും അടക്കമുള്ള വനിതാ താരങ്ങളുടെ ശബരിമല കയറ്റം. ആർത്തവ രക്തം പുരണ്ട സാനിറ്ററി പാടുമായി ശബരിമലയിലേക്ക് വണ്ടി കയറിയ ചില സ്ത്രീ രക്തങ്ങൾ പോലും അക്കൂട്ടത്തിലുണ്ടായി. അവരെ ആഘോഷത്തിൻ്റെ അടയാളങ്ങളായി കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ചു അന്നത്തെ ഭരണകൂടം. അവർക്ക് പോലീസിൻ്റെ വലിയ അകമ്പടി. നവോത്ഥാന മൂല്യങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള പിണറായി വിജയൻ്റെ ഒറ്റയാൾ പോരാട്ടം പിന്നീട് പാർട്ടി പിണറായി വിജയനൊപ്പം ചേർന്നു. ഇതോടെ പ്രശ്നഭരിതമായ കേരളം സംഘർഷഭൂമിയിലേക്ക് ആദ്യം കുതിച്ചെത്തിയത് പെരുന്നയിൽ നിന്ന് സുകുമാരൻ നായർ. അദ്ദേഹം നായർ തറവാടി സ്ത്രീകളോട് തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്തു. പിന്നീട് കേരളം കണ്ടത് വിശ്വാസികളുടെ ഇരമ്പലാണ്. ഭക്തസമൂഹം പ്രബലമാണ് എന്ന തിരിച്ചറിവിൽ സംഘപരിവാർ ഒപ്പം ചേരുന്നു. അന്ന് BJPയുടെ സമുന്നത നേതാവായിരുന്ന K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ
ശബരിമല സമരത്തിൽ അണിചേരുന്നു. ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ആഹ്വാനം ചെയ്ത് കോൺഗ്രസ് സമരാങ്കണത്തിലേക്ക്. 2018 ഡിസംബർ 24 ബിന്ദു അമ്മണിയും കൂട്ടരും അയ്യപ്പ ദർശനത്തിന് ശ്രമിച്ചുവെങ്കിലും ഭക്തർ അവരെ തടഞ്ഞു. എന്നാൽ ജനുവരി 2 ബിന്ദുവും കനകദുർഗയും ഒക്കെ മല കയറി. പുലർച്ചെ 3:45 ദർശനം. ആ ദർശനം കൊണ്ടാടുവാൻ അന്ന് ഭരണകൂടം ശ്രമിച്ചു. ശരിക്കും കനത്ത പോലീസ് കാവലിൽ ഇരുവരെയും സന്നിധാനത്തെത്തിക്കുന്ന ഏറ്റവും ദുർഘട കാഴ്ചയുമെന്ന് കേരളം കണ്ടു. ക്ഷേത്രപ്രവേശനവും ദർശനവും കഴിഞ്ഞയുടൻ തന്നെ രണ്ടുപേരെയും പോലീസ് അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഈ ചരിത്ര മുഹൂർത്തം ആഘോഷിക്കാൻ ഭരണകൂടം തീരുമാനമെടുക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലുമൊക്കെ ഈ ചരിത്ര മുഹൂർത്തം വീഡിയോയിൽ പകർത്തി അവതരിപ്പിച്ചുകൊണ്ട് ഭരണകൂടം പുതിയ കയ്യടിക്കുള്ള ശ്രമം തുടർന്നു. ഇതോടെ വിശ്വാസികൾ തെരുവിലേക്ക് ഇരമ്പിയെത്തി. നാമജപ ഘോഷയാത്ര കൊണ്ട് കേരളം മുഖരിതമായി. പോലീസ് കിരാതമായി അവരെ വേട്ടയാടി. അറസ്റ്റും അതിനെ തുടർന്നുള്ള പോലീസ് പീഡനവും കേരളത്തിൽ വലിയ വാർത്തയാകുന്നു. സുപ്രീം കോടതി വിധി നടപ്പാക്കുക മാത്രമാണ് സർക്കാർ നടത്തിയതെന്നായിരുന്നു അന്ന് പിണറായി വിജയന്റെ പ്രഖ്യാപനം. പിണറായി മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ടടുത്തു. ആ 2 വനിതകൾ ഹെലികോപ്റ്ററിലല്ലല്ലോ ശബരിമലയിലെത്തിയത്. എല്ലാവരും നടന്നു പോകുന്ന വഴിയിലൂടെയല്ലേ അവർ ദർശനത്തിന് വന്നത് എന്ന പിണറായി വിജയന്റെ ചോദ്യം. പിണറായി വിജയന്റെ അഹങ്കാരം നിറഞ്ഞ മറുപടി CPM അണികൾക്ക് ആവേശമായി. ആവേശം അഹങ്കാരമായി മാറി. ഇരട്ടച്ചങ്കൻ എന്ന പേർ പിണറായി വിജയനിൽ ചാർത്തിക്കൊടുത്ത അതേ അണികൾ പിണറായി വിജയന്റെ ശബരിമല യുവതീ പ്രവേശന നീക്കത്തിൽ കയ്യടി തുടർന്നു. അങ്ങനെ നവോത്ഥാന നായകരുടെ നിരയിലേക്ക് അവർ പിണറായി വിജയനെ പ്രതിഷ്ഠിച്ചു. അവരുടെ ഉമ്മറത്തും വീടിൻ്റെ വാതിൽപ്പടിയിലുമൊക്കെ പിണറായി വിജയന്റെ ഫോട്ടോകൾ പതിക്കാനുള്ള ശ്രമം തുടർന്നു. എന്നാൽ ജനുവരി 2 പിണറായി വിജയനെ നടുക്കിക്കൊണ്ട് ശബരിമലയിൽ ഒരു ശുദ്ധീകരണം നടക്കുന്നു. ആചാരലംഘനമുണ്ടായാൽ ശുദ്ധീകരണവും കടമയും ഉത്തരവാദിത്തമാണ് എന്ന് തന്ത്രിയും മേൽശാന്തിയും നിലപാടെടുത്തു. ഭരണഘടനയുടെ ലംഘനമാണ് തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് പിണറായി വിജയൻ ആക്രോശിച്ചു. സുപ്രീം കോടതി വിധിയുടെ നിരാകരണമാണിത്. സുപ്രീം കോടതി വിധി ലംഘിച്ചവർ രാജിവെക്കണമെന്ന് പിണറായി വിജയന്റെ മുന്നറിയിപ്പ്. പിണറായി വിജയന്റെ ധീരത കണ്ട് അമ്പരന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ കടുത്ത നിലപാടെടുത്തു. ആദ്യം യുവതീ പ്രവേശനത്തിനെതിരെ നിന്ന പത്മകുമാർ പിന്നീട് കടകം പറഞ്ഞ് പിണറായി വിജയനൊപ്പം ചേരുന്ന കാഴ്ച. തൊട്ടടുത്ത് N വാസു പിണറായി വിജയനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നു. എന്നാൽ 2 മാസങ്ങൾക്കപ്പുറം ഏപ്രിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും കൂട്ടരും തോറ്റമ്പുന്ന കാഴ്ച കേരളം കണ്ടു. ആലപ്പുഴ എന്ന ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് അന്നവർക്ക് വിജയിച്ച് കയറാൻ കഴിഞ്ഞത്. ശബരിമല ശാസ്താവുമായി കളിച്ചാൽ പാഠം പഠിപ്പിക്കുമെന്ന് എതിരാളികൾ പിണറായി വിജയനെ ഓർമ്മപ്പെടുത്തി. ഇതോടെ പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കി: ശബരിമല ശാസ്താവിനോട് കളിക്കാൻ പാടില്ല. ശബരിമല ശാസ്താവിൻ്റെ കോപം തനിക്ക് മേലും പതിക്കുമോ എന്ന് വെള്ളാപ്പള്ളി ഭയപ്പെട്ടു. വനിതാ മതിലിൽ കട്ടയ്ക്ക് കൂടെ നിന്ന വെള്ളാപ്പള്ളി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞു. കളം മാറ്റിച്ചവിട്ടിയ വെള്ളാപ്പള്ളിയെ കണ്ടെന്ന് പിണറായി വിജയൻ അമ്പരന്നു. അന്ന് വെള്ളാപ്പള്ളി നടേശനെ തേടിയെത്തിയ കമാൻഡോകളെ കണ്ട് പിണറായി വിജയൻ അമ്പരന്നു. കേന്ദ്ര സർക്കാർ അയച്ചുകൊടുത്ത കമാൻഡോകൾക്ക് നടുവിൽ വെള്ളാപ്പള്ളി അങ്ങനെ വീരനായി വാണു. 2021 2ാം വട്ടം ഭരണം പിടിക്കുന്നതിനായി പിണറായി വിജയൻ കച്ചമുറുക്കിയപ്പോൾ ഇതാ വെള്ളാപ്പള്ളി കൂടി പിണറായി വിജയന്റെ പുറകിലെത്തി. വിശ്വാസികളുമായി ഇനിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകില്ല എന്ന വാക്ക് നൽകിയാണ് 2021 തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് CPM ചുവടുവെച്ചത്. 2021 തുടങ്ങിയ പുതിയ ഭരണം 2026 ശബരിമല തന്നെ മുഖ്യ വിഷയമായി ആളിക്കത്തുമെന്ന് അന്ന് പിണറായി വിജയൻ നിരൂപിച്ചതേയില്ല. വിശ്വാസികളെ കയ്യിലെടുക്കാൻ അയ്യപ്പ സംഗമം എന്ന ചെപ്പടി വിദ്യയുമായി പിണറായി കൂട്ടരും ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ച. കൂടുവിറ്റ് കൂടുമാറ്റമെന്ന് ചിലർ ഇതിനെ പരിഹസിച്ചു. പ്രത്യയശാസ്ത്ര വിദ്യാനം എപ്പോഴും CPMന്റെ അജണ്ടയാണ് എന്ന് പാർട്ടി നേതാക്കൾ ആവർത്തിക്കുന്നു. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനമെന്ന് പിണറായിക്ക് കൂട്ടർക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹത്തെ ഒപ്പം നിർത്തി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാൻ അവർ ആഗ്രഹിച്ചു. AKG സെന്ററിൽ മാനിഫെസ്റ്റോ മാത്രമല്ല
വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രത്യയശാസ്ത്രതന്ത്രങ്ങൾ തയ്യാറാക്കി എന്ന അയ്യപ്പ സംഗമത്തിലൂടെ കേരളത്തെ അറിയിക്കാനുള്ള ശ്രമമാണ് പിന്നീട് പിണറായി തുടർന്നത്. ദേവസ്വം മന്ത്രി വാസവന്റെ നേതൃത്വത്തിൽ വെളിച്ചവും തെളിച്ചവുമൊക്കെ നൽകി അയ്യപ്പ സംഗമം പമ്പയിൽ അരങ്ങേറുന്നു. ഈ അയ്യപ്പ സംഗമം ബിന്ദു അമ്മിണിമാർക്കുള്ളതല്ല എന്ന വാസവന്റെ പ്രഖ്യാപനം. ഇതോടെ പുതിയ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച കേരളം കണ്ടു. അയ്യപ്പ സംഗമം വിശ്വാസികൾക്കുള്ളതാണ് എന്ന CPM പ്രഖ്യാപനം. അയ്യപ്പ സംഗമത്തിന് ചുവട് പിടിച്ച ചുക്കാൻ പിടിച്ചവരൊക്കെ പിന്നീട് ജയിലഴിക്കുള്ളിലായ വിചിത്ര കഥയും നമ്മൾ കണ്ടു. CPMന്റെ രാഷ്ട്രീയ നിലപാടല്ല പിണറായി വിജയൻ ഭരണകൂടം തുടരുന്നത് എന്ന് കേരളം തിരിച്ചറിയുന്ന നാളുകൾ. പിണറായി വിജയനും കൂട്ടരും കൃത്യമാർന്ന ലക്ഷ്യത്തോടെയാണ് പിന്നീട് പ്രവർത്തിച്ചത്. വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള നീക്കങ്ങൾ പിന്നീട് അട്ടപടലം പാളി. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കഥകൾ കേട്ട് ജനങ്ങൾ അമ്പരന്നു. വനിതാ മതിൽ പാർട്ടിയുടെ അജണ്ടയാണ്, എന്നാൽ അയ്യപ്പ സംഗമം സർക്കാരിന്റെ അജണ്ടയാണ് എന്ന് ഗോവിന്ദൻ വരെ പറഞ്ഞു വെക്കുന്നു. പാർട്ടി ചാനലും പത്രങ്ങളും കേരളത്തിലെ മാധ്യമലോകവുമൊക്കെ അയ്യപ്പ സംഗമത്തെ വാഴ്ത്തിപ്പാടിയിട്ടും എന്തുകൊണ്ടാണ് വിശ്വാസ സമൂഹം പിന്നീട് പിണറായി വിജയനെയും ഭരണകൂടത്തെയും കൈയൊഴിഞ്ഞത്? പിന്നീട് ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ കേട്ടത് വലിയ കൊള്ളയുടെ കഥകൾ. കേരളത്തിലെ ഒരുമാതിരി സാംസ്കാരിക നായകരൊക്കെ നവോത്ഥാന മതിലിൽ ഒരു കാലത്ത് അണിനിരന്നു. അവർ പിന്നീട് എന്തുകൊണ്ട് അയ്യപ്പ സംഗമത്തിലൂടെ വിശ്വാസം പിണറായി പ്രഖ്യാപിച്ചപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞില്ല? ഇത് നവോത്ഥാനമല്ല എന്ന് പറയാൻ എന്തുകൊണ്ട് അവരുടെ തൊണ്ടയൊളുക്കി? ശബരിമല ദർശനം നടത്തി സ്വാമി അയ്യപ്പനെ ആരാധിക്കണമെന്ന് പാർട്ടി അണികളോട് ആഹ്വാനം ചെയ്യുന്ന പുതിയ തലമുറ CPM നേതാക്കളെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പിണറായി വിജയന് അമ്പെ പിഴച്ച ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ആളിക്കത്തുന്നു എന്നത് ഒരു നിയോഗം മാത്രമാണ്, വിധി വൈപരീത്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.